ഗാർഡനിലെ മുഖ്യ ആകർഷണം വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന ഈ ഈന്തപ്പനകൾ തന്നെയാണ്. അപ്പൊ ഇപ്പം ഈ പ്ലാന്റിന് ഇവിടെ ഒരു ഓഫർ ഉണ്ട്. വളരെ കുറച്ച് റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോളോ സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെ പണികളാണിത്. ഇവിടെയും ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കുന്നത് ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ തന്നെയാണ്. ഗ്രീൻ വാലി എല്ലാ പ്രാവശ്യവും പ്രേക്ഷകർക്ക് വേണ്ടി ഓഫർ ഇടാറുണ്ട്. ഈ പ്രാവശ്യവും ഓഫർ ഉണ്ട്. നമ്മളുടെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ 30 പേരെ തിരഞ്ഞെടുക്കും. അതിൽ 10 പേർക്ക് ഓർക്കിഡും 20 പേർക്ക് റോസ് പ്ലാന്റുമാണ് ഈ പ്രാവശ്യം സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കായിരിക്കും ആ ഒരു ഓഫർ കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, സാൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കര കൊല്ലം ബ്രാഞ്ചിലാണ്. നമ്മുടെ കൂടെ ഷാഫിക്ക ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ താരമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ റെഡിയാക്കുന്ന നേരം ഇദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മളുടെ ഈന്തപ്പന. ഇതിൻ്റെ കായൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിറച്ച് കായായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് പ്ലാന്റ് ചെയ്യുന്നതും ഇതിൻ്റെ റിസൾട്ട്, ഇത് വെച്ചതിന് ശേഷം 1 കൊല്ലം അല്ലെ 1.5 കൊല്ലം കഴിയുമ്പം ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു രീതിയെന്നും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയതായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ട ആളുകൾക്ക് ഇതിനെപ്പറ്റി കുറച്ച് സംശയമൊക്കെ കാണുമല്ലോ. അതെല്ലാം തന്നെ നമുക്ക് ഇക്കയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിനെപ്പറ്റി പറ. ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഫാംസുകളിൽ നമുക്ക് മുറ്റം അലങ്കരിക്കാൻ പറ്റുന്ന ചെടികളിൽ ഏറ്റവും ഭംഗിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഇതിപ്പം കെട്ടി ഇങ്ങനെ നിർത്തിയേക്കുന്നുണ്ട്. ഇപ്പോൾ ചെടി വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നത്. ഇത് അഴിച്ചു വിട്ടതിന് ശേഷം കുറേ ലീഫുകളെല്ലാം വന്നതിന് ശേഷം ഒരു നല്ല പോലെ ഇങ്ങനെ നല്ല ഇലച്ചാർത്തായിട്ട് ഇങ്ങനെ നിൽക്കും. അന്നേരമാണ് കാണാൻ അതിൻ്റെ ഭംഗി. അപ്പോൾ ഈ ആ കാണുന്ന ഭംഗിക്കാണോ ഈ കായ്കൾ വിളവെടുക്കുന്നതിനാണോ നമ്മൾ പ്രാധാന്യം? ഭംഗിക്ക് തന്നെ. നമ്മുടെ ക്ലൈമറ്റിൽ ഗൾഫിലൊക്കെ ഉള്ള കണക്ക് ഈന്തപ്പന പഴം ആവണമെന്നില്ല. ഇതിപ്പോൾ പഴുത്തു തുടങ്ങി. പക്ഷേ എങ്കിലും ഇതിനകത്ത് സീഡാണ് കൂടുതൽ നിൽക്കുന്നത്. അതിന് മാംസം വളരെ കുറവാണ്. ഇപ്പോൾ ഇത് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ കണ്ടല്ലേ. പക്ഷേ കൂടുതൽ പ്രാധാന്യം കായ ഉണ്ടാവുന്നതിനെക്കാട്ടി പ്രാധാന്യം ആ ചെടിയുടെ ഭംഗി. ഇത്ര ഭംഗി വേറൊരു ചെടിയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര നല്ല ഭംഗി. ഇതുപോലെ വെട്ടി ഈ വന്ന ലീഫ് എല്ലാം വെട്ടി ഒതുക്കി വന്നതാണ്. ഇതിപ്പോ എത്ര വർഷം പ്രായമായിട്ടുണ്ടായി? ഇതിപ്പോ 8 വർഷം എബോ ആയ പ്ലാന്റുകളാണ്. നമുക്ക് എങ്ങനെ പ്ലാന്റ് ഇപ്പോൾ ഇത്ര വലിയ പ്ലാന്റുകൾ ഇപ്പോൾ വന്നതാണ്. നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് നമുക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി. നമ്മുടെ ഇവിടുത്തെ ഗ്രീൻ വാലിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇപ്പം പ്ലാന്റ് വന്ന് ഇവിടെ തന്നെ നട്ടിരിക്കുക. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവിടെ നിന്ന് അടർത്തി എടുത്താണ് കൊണ്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം അല്ലേ? പ്ലാന്റ് സെലക്ട് ചെയ്യാം. ഇവിടെ മാത്രമല്ല അപ്പുറത്തെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അവസരം നിങ്ങൾ ആരും പാഴാക്കണ്ട. വളരെ കുറച്ച് റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതുപോലെ തന്നെ നമ്മളിത് വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്നും, അതായത് നമ്മൾ ഇവിടുന്ന് ഓർഡർ എടുത്ത് കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് ആളുമൊക്കെ ആയിട്ട് വന്നിട്ടായിരിക്കും ഇത് പ്ലാൻ ചെയ്ത് തരുന്നത്. അത് എങ്ങനെയാണെന്നും എല്ലാം ലൈവായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ഭംഗി കണ്ടായിരിക്കും ചില ആളുകളൊക്കെ ഇത് വാങ്ങിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ മെയിലും ഫീമെയിലും പ്ലാന്റ് തന്നെ വെക്കണം. എങ്കിൽ മാത്രമേ പിന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്താലാണ് കൂടുതൽ കായ ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കായ ഉണ്ടാവുന്നതിനെക്കാട്ടി കൂടുതൽ പ്രാധാന്യം അത് ഇങ്ങനെ ഇലച്ചാർത്തോടെ നിൽക്കുമ്പോഴാണ് ആ ചെടിക്ക് ഭംഗി. ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ ഇത്ര ഭംഗി മറ്റു ചെടിയൊക്കെ ഉണ്ടാവത്തില്ല. ആ മാതിരി ഇപ്പോൾ ഒരു 10 പ്ലാന്റ് ഒരാൾ വാങ്ങിക്കാന്നിരിക്കട്ടെ, അതിനകത്ത് നമുക്ക് എത്ര മെയിൽ വെക്കണം? ഒരു മെയിൽ വെച്ചാലും മതി. ഈന്തപ്പന നമ്മൾ പ്ലാന്റ് ചെയ്യാൻ നേരം തേടി ഇതുപോലെ ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റ് വരെയാണ് നമുക്ക് കിട്ടുന്നത്. അന്നേരം നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു സംശയമാണ്, ഗൾഫ് നാടുകളിലുള്ള അത്രയും ഈ ടേസ്റ്റ് നമ്മളുടെ നാട്ടിൽ ഇത് വളർന്നു വന്ന് ഇതുപോലെ പിടിച്ചു കഴിയുമ്പോൾ കിട്ടുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതാ കണ്ടോ, ഈന്തപ്പഴത്തിൻ്റെ ആ തൊലി പോലെ തന്നെ കട്ടിയുള്ള തൊലി, അകത്ത് മാംസളം കുറച്ച് കുറവാണ്. എന്നാലും ഞാൻ ഈന്തപ്പഴം കഴിക്കുന്നത് പോലെ തന്നെയുള്ള ടേസ്റ്റുണ്ട്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയൊരു കമർപ്പോട് കൂടിയ ടേസ്റ്റാണ്. ഒത്തിരി അങ്ങ് കമർപ്പില്ല, നമുക്ക് കഴിക്കാം. അപ്പോൾ ഇപ്പം ഈ പ്ലാന്റിന് ഇവിടെ ഒരു ഓഫറുണ്ട്. കാരണം ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സുകളും എല്ലാം വെക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതുപോലെയുള്ള കാണുമ്പോൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ റേറ്റ് ഇപ്പോൾ എങ്ങനെയായിരുന്നു?
ഇപ്പോൾ നമുക്ക് 5,800 വെച്ചിട്ട് ഈ പ്ലാന്റ് ഫ്രൂട്ടോടുള്ളതും ഫ്രൂട്ട് ഇല്ലാത്തതും എല്ലാം മെയിലും ഫീമെയിലും എല്ലാ പ്ലാന്റും ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് 5,800 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 5,800 രൂപയ്ക്കാണ് ഈ ഏകദേശം 8 തൊട്ട് 10 വരെ വർഷം പ്രായമായി ഇത്രയും വളർത്തി കൊണ്ടുവന്ന് നിൽക്കുന്ന ഈ പ്ലാന്റിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ അവസരം നിങ്ങൾ ആരും പാഴാക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരികയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ വാലിയുടെ ഫോൺ നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്തിട്ടിരുന്നാൽ മതി, ഇവർ തിരിച്ചു വിളിച്ചോളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ടയിലെ പ്രശസ്തമായ നേഴ്സിംഗ് കോളേജ് സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ, കൊട്ടാരക്കര, കൊല്ലമാണ്. ഈ ഗാർഡനിലെ മുഖ്യ ആകർഷണം വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന ഈ ഈന്തപ്പനകൾ തന്നെയാണ്. സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രശസ്തമായ അപ്പോളോ ഹോസ്പിറ്റൽ ഗ്രൂപ്പും ചേർന്ന് തെങ്കാശിയിൽ പുതിയതായി തുടങ്ങുന്ന അപ്പോളോ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ പണികളാണിത്. ഇവിടെയും ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കുന്നത് ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെയാണ്. ഇവിടെ പുതിയതായി ഈന്തപ്പനകൾ വെച്ചു പിടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയും മുഖ്യ ആകർഷണം ഈ ഈന്തപ്പനകൾ തന്നെയാണ് കേട്ടോ. ഇതിനെ പറ്റിയൊക്കെ സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു സാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കോളേജിന്റെ ഈ ഒരു ഗാർഡന്. ഇന്ന് നിങ്ങൾക്ക് അതിലും വലിയ മികച്ച ഒരാളെ ഞാൻ പരിചയം. കാരണം ഇന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ ഈ ഡേറ്റ് സ്പാം വെക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതിൻ്റെ ഈ ഗാർഡൻ്റെ എല്ലാം ഇതേപോലെ ഇത് മെയിൻ്റെനൻസിനാണെങ്കിലും അതേപോലെ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ, അതിൻ്റെ മെഡിസിൻസ്, ഈ പറയുന്ന അതിന് വളവിടാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ ഇരിക്കുന്ന ഷാഫി എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനാണ്. കാരണം ഞാൻ ഈ കോളേജ് എൻ്റെ തൊട്ട അയലോക, അതായത് ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, എൻ്റെ സ്ഥലം പുനലൂരാണ്, പുള്ളി കൊട്ടാരക്കര തന്നെയാണ്, പുള്ളിയുടെ ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ. അതെ, അപ്പം ഞാൻ ഈ കോളേജിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ പരിചയം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബ്രോ ഇതുപോലെ നമുക്ക് കോളേജ് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ഡ്രീമിലുള്ള കോളേജിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് ചെടികളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന ഷാഫിയാണ്. ഇത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇത് എവിടെ ഇതൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും സ്വന്തം സ്ഥാപനം പോലെ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും, ഇത് 5 വർഷം 6 വർഷം ആയ ഒരു ക്യാമ്പസിൽ ഇതിങ്ങനെ നല്ല രീതിയിൽ പോകുന്നെങ്കിൽ ഞാൻ പുള്ളിയെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് മാത്രം. അതെ, ഇതൊരു പരസ്യമായിട്ട് നിങ്ങളൊന്നും ഇരിക്കേണ്ട. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ വിദ്യാർത്ഥികളോട് കണ്ട കുട്ടികളിരിക്കുക, നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചാൽ മതി. ഞങ്ങളുടെ അടിപൊളി ആംബിയൻസ്, നമുക്ക് ഫോൺ ടൈമിൽ വീട്ടിലൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് റിഫ്രഷ്മെന്റിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതേപോലെ അടിപൊളി ആംബിയൻസ് ആണ്. ഞങ്ങൾക്ക് ഏറ്റവും എല്ലാവർക്കും ഇരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഗാർഡൻ തന്നെ ആയിരിക്കും. മെയിൻലി ഇവിടെ സെന്റ് മേരീസിന് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഈ ഗാർഡനിൽ വെച്ചാണ് എടുത്തേക്കുന്നത്. പോസ്റ്റ് എല്ലാം നോക്കിയാൽ ഈ ഒരു ഗാർഡനിലാണ് ബാക്ക്ഗ്രൗണ്ട്, ഈ മരമൊക്കെ ആണെങ്കിലും നോർമലി നമ്മൾ നാട്ടിലൊന്നും ഇത് ഈ ട്രീ കാണാറില്ല. നമ്മൾ കോളേജിൽ പോയാലും നമ്മളിത് അധികം കണ്ടിട്ടില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ ഡൗട്ട് അടിക്കാറുണ്ട്, ഇത് ഏത് സ്ഥലമാണ്, അല്ലെങ്കിൽ പുറത്താണോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അവിടെ സ്റ്റോറി ഇടുമ്പോൾ ചോദിക്കുക, നമ്മുടെ അടുത്ത് മിക്കവരും ചോദിക്കുക. ഗ്രീൻ വാലിയുടെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ ഗ്രീൻ വാലിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നടുമ്പോൾ നല്ലത് മാത്രം നടുക എന്നുള്ള ഒരു ലേബലോട് കൂടിയ ഗ്രീൻ വാലി നമുക്ക് പ്ലാന്റുകളെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലയിടത്തും ഇപ്പം നമ്മുടെ നേരത്തെ വിട്ടിരുന്ന വീഡിയോയിൽ തന്നെ കുറച്ച് കമൻ്റ് ഉണ്ടായിരുന്നു വേറെ ഗ്രീൻ വാലിയെ പറ്റി. അപ്പോൾ ഈ ഗ്രീൻ വാലി, ഷാഫിക്കയുടെ ഗ്രീൻ വാലിയുടെ ബ്രാഞ്ചസ് എവിടെയൊക്കെ ഉണ്ട്? ഇപ്പോൾ നമുക്ക് ബ്രാഞ്ച് ഉള്ളത്, നിലവിലുള്ളത് കൊട്ടാരക്കര തന്നെ പനവേലിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ആയൂർ തൊട്ടടുത്തായിട്ട് പൊലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതുകൂടാതെ കുമളി, അണക്കര അവിടെ നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലുണ്ട്. ഈ 4 ബ്രാഞ്ച് മാത്രമേ ഗ്രീൻ വാലിയിൽ നിലവിലുള്ളൂ കേട്ടോ. നിങ്ങൾ വേറെ ആർക്കും ഫ്രാഞ്ചൈസി കൊടുത്തിട്ടില്ല. വേറെ ഗ്രീൻ വാലിയിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് പറ്റിപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഇദ്ദേഹം ഉത്തരവാദിയായിരിക്കുന്നതല്ല. നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്? നമുക്ക് ഓൾ ലാൻഡ്സ്കേപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെടികൾ വെച്ച് കൊടുക്കുന്നതോടൊപ്പം സ്റ്റോണുകൾ, ബാംഗ്ലൂർ സ്റ്റോണ്, ആന്ധ്ര സ്റ്റോണുകൾ, അങ്ങനെയുള്ള സ്റ്റോണുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാസുകൾ, പേൾ ഗ്രാസ്, മെക്സിക്കൻ ഗ്രാസ് എന്നുള്ള ഗ്രാസ് ലേയിങ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് തോട്ടങ്ങൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സർവീസുകളും നമുക്കുണ്ട്. എന്തിനും ഏതിനും ഗ്രീൻ വാലി നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിനാണെങ്കിലും ഗാർഡനിങ് ചെയ്യുന്നതിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് വിശ്വാസപൂർവ്വം സമീപിക്കാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ് ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ, കൊട്ടാരക്കര, കൊല്ലം അല്ലേ?
ഗ്രീൻ വാലി എല്ലാ പ്രാവശ്യവും പ്രേക്ഷകർക്ക് വേണ്ടി ഓഫർ ഇടാറുണ്ട്. ഈ പ്രാവശ്യവും ഓഫറുണ്ട്. നമ്മളുടെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ 30 പേരെ തിരഞ്ഞെടുക്കും. അതിൽ 10 പേർക്ക് ഓർക്കിഡും 20 പേർക്ക് റോസ് പ്ലാന്റുമാണ് ഈ പ്രാവശ്യം സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കായിരിക്കും ആ ഒരു ഓഫർ കിട്ടുന്നത്. അപ്പം നമ്മളുടെ ഈന്തപ്പന എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്നും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഗ്രീൻ വാലിയുടെ ഫോൺ നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, ഏത് ടൈപ്പ് ഫ്രൂട്ട് പ്ലാന്റ്സുകളാണെങ്കിലും ലീഫ് പ്ലാന്റ്സുകളാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും ഏതിനും നമുക്ക് ഗ്രീൻ വാലിയെ സമീപിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഇക്കായ്ക്ക് ഒരുപാട് നന്ദി. ബൈ.